ഇഷ്ടപ്പെട്ടോ? സാർ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്? ഞാനൊരു കളിക്കുട്ടിയാണെന്നോ? പാവകളെ ഇഷ്ടപ്പെടുന്ന ഒരു മാനസികാവസ്ഥ എനിക്കുള്ളൂന്നോ? ഒരു വിശദീകരണത്തിന്റെ ആവശ്യമുണ്ടോ അലമേലു? ഞാൻ അത്രയ്ക്ക് ഫൂളൊന്നല്ല, എനിക്ക് മനസ്സിലാവും. മനസ്സിലായല്ലോ. എനിക്ക് കുട്ടിയെ ഈ നിലവാരത്തിലേ കാണാൻ പറ്റൂ. പോയി കളിച്ചോളൂ. കളിക്കാൻ I'm not a kid. I'm a girl. A grown-up girl. എന്താ നീ കാണിച്ചേ? നിന്നെ പോലെ കുറെ കുട്ടികളുടെ ഭാവിയാണത്. Stupid. ഇനി മേലാൽ ഇങ്ങനത്തെ കാര്യം പോകരുത്. ഇറങ്ങി പോടി. എന്റെ ഡാഡി പോലും എന്നെ ഇതുവരെ തല്ലിയിട്ടില്ല. ഇനി ഞാൻ തല്ലി കൊണ്ടുപോയി കേസ് കൊടുക്ക്. തല്ലുന്ന വലിയ കഴിവാണെന്ന് ആരും വിചാരിക്കണ്ട. ആ കൈ കൊണ്ട് എന്റെ ഈ കവിളി തലോടിയില്ലെങ്കിൽ ഞാൻ വളർപ്പ് കഴിവുള്ള മോളല്ല. നോക്കിക്കോ, എത്ര തല്ലിയാലും ചീത്ത പറഞ്ഞാലും എനിക്ക് സ്നേഹമാണ്. സ്നേഹമാണ് സ്നേഹമാണ് സ്നേഹമാണ്. ട്രൂ ലവ്. സ്നേഹിക്കുന്ന വലിയ ക്രിമിനൽ കുറ്റമൊന്നുമല്ല. ആളെ കൊണ്ട് കേസ് കൊടുക്ക്, എന്നെ തൂക്കിക്കൊന്നോട്ടെ. എന്നാലും ഞാൻ സ്നേഹിക്കും. എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കും. എന്നിട്ടും നീ പാടില്ലല്ലോ മാനത്തേരാ പാടി. എന്നിട്ടും നീ പാടില്ലല്ലോ മാനത്തേരാ പാടി. സ്നേഹിക്കുന്ന വലിയ ക്രിമിനൽ കുറ്റമൊന്നും അല്ലേ? പേടിക്കണ്ട, തല്ലാനും കൊല്ലാനൊന്നുമല്ല. ഒരാളെ വെറുക്കുന്നതാണ് മോശം. സ്നേഹിക്കുന്നതിൽ എന്താ തെറ്റ്? പക്ഷേ ഇതൊക്കെ കുറച്ചുകൂടെ സ്വകാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതല്ലേ നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. എന്താ, ക്ലോസ് ഫ്രണ്ട്സ് ആവുമ്പോൾ തമ്മിൽ പറഞ്ഞു പോകും, അത് തെറ്റല്ല. പക്ഷേ ക്ലാസ് റൂമിലും വരാന്തയിലും ഇതൊരു വിഷയമാക്കരുത്. ഞാനിവിടുത്തെ സാറായിപ്പോയില്ലേ, അതുകൊണ്ടാണ്. ഒരു കാര്യം ചെയ്യാം, ഈ വീക്കെൻഡിൽ നമുക്കെല്ലാവർക്കും കൂടി ഒരു യാത്ര പോയാലോ? എ പ്ലഷർ ട്രിപ്പ്, ഒരു പിക്നിക്. സംസാരിക്കാൻ ഇഷ്ടം പോലെ സമയം കിട്ടും. പാടി സർ. എവിടേക്കാണ് സർ? പോകുന്ന സ്ഥലം ഒരു സർപ്രൈസ് ആയിക്കോട്ടെ. ആർ യു പ്രിപ്പയർഡ് ടു കം വിത്ത് മീ? സർപ്രൈസ് നമ്പർ 1, ഇതാണ് നന്ദകുമാരവർമ്മ MSc കെമിസ്ട്രി ജനിച്ചു വളർന്ന വീട്. സർപ്രൈസ് നമ്പർ 2, അതാണ് നന്ദകുമാരവർമ്മയുടെ അമ്മ, കിള്ളിമംഗലം കോവിലകത്ത് പരേതനായ മോഹനവർമ്മയുടെ ധർമ്മപത്നി. അമ്മേ, എന്റെ കോളേജിലെ കുട്ടികളാ. ഇവർക്ക് ഒരു ദിവസം രാവിലെ ഉറക്കം വന്നിട്ടപ്പോ ഒരു മോഹം, അമ്മയെ ഒന്ന് കാണണം. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ ഞാനും വിചാരിച്ചു. വരണ വിവരത്തിൽ ഒന്ന് അറിയിച്ചൂടായിരുന്നോ നന്ദ? പെട്ടെന്നുണ്ടായ മോഹമില്ലമ്മേ, എങ്ങനെ അറിയിക്കാനാ? മേ ചായ ഉണ്ടാക്കാൻ പാലൊക്കെ ഉണ്ടല്ലോ, ഇല്ലേ ചമ്മലാണ്. കറവക്കാരെ കേശരി ഇന്നും ഇങ്ങോട്ട് കണ്ടതേ ഇല്ല. അവൾപ്പല്ല, അതിവരെ പറഞ്ഞു. വാ വരും മക്കളെ. ഭാവിയിലെ അമ്മായിയമ്മയല്ലേ, വേണമെങ്കിലും ഒന്ന് കാലിൽ വീണ് അനുഗ്രഹം വാങ്ങിച്ചോ. വാങ്ങിയേക്കല്ലേ. ഈ കുട്ടി എന്താ കാണിക്കണത്? അത് ആ കുട്ടിയുടെ ഒരു ശീലമേ. പ്രായമായ ആരെ കണ്ടാലും ആ കുട്ടി ഉടനെ കാൽക്കൽ വീഴും. ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയും കുട്ടികളോ? പിന്നെ എന്റെ സ്റ്റുഡൻസിനെ പറ്റി അമ്മ എന്താ ധരിച്ചു വെച്ചിരിക്കുന്നേ? ആ, ഉമ്മ അകത്തുണ്ട്. ഓ, എപ്പോ വന്നോളൂ? ഒറ്റയ്ക്ക് വിളംബരം നടന്നൊന്നുമില്ലേ? ആ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ. ഇതാണ് ഞാൻ പറയാറുള്ള വാനര സംഘം. ഇത് ലീഡർ അലമേലു. ഇതാണ് സർപ്രൈസ് നമ്പർ 3, ഉമാ മഹേശ്വരി, എന്റെ അമ്മാവന്റെ മകള്. എന്നുവെച്ചാൽ സാക്ഷാൽ മുറപ്പണം. ഇവള് ജനിച്ച ഉടനെ എന്റെ അമ്മയും ഇവളുടെ അച്ഛനും കൂടെ പറഞ്ഞുറപ്പിച്ചതാണ് ഉമ നന്ദകുമാറിന്റെ പെണ്ണാണ്. 4 വർഷം മുമ്പ് ചിങ്ങമാസത്തിലോ നടക്കുന്നതായിരുന്നു. ബട്ട് ഫേറ്റ്, സ്ട്രോക്ക് വന്ന് ഉമ്മയുടെ വർഷം പറഞ്ഞു. ചീറ്റി മോളെ, നിന്റെ പ്രേമം ചീറ്റി. അതിന് ഇവളോട് ആര് പറഞ്ഞു സാറിനെ കയറി പ്രേമിക്കാൻ? ഇനിയിപ്പോ ഇത് വിട്ട് മറ്റേതെങ്കിലും സാറിനെ പ്രേമിക്കാന്ന് വെച്ചാ അതിനെ പറ്റി ആരും ഇപ്പൊ കോളേജിൽ ഇല്ലതാണ്. എന്താണ് ഇവിടെ തമാശ? രസമുള്ളതാണെ പറഞ്ഞ ഞങ്ങളും കേൾക്കട്ടെ. ആകെ മൊത്തം തമാശ സാർ. ശ്രുതിക്ക് ഈ പ്രകൃതി ഭംഗിയൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടായിത്ര. ആർക്കും ഇഷ്ടപ്പെടും. എനിക്ക് ഒത്തിരി നൊസ്റ്റാൾജിയുള്ള സ്ഥലമാണ്. ആ കുന്നു കണ്ടോ? അതിനപ്പുറത്ത് പുഴ. വൈകും വരെ പുഴയിൽ കുളി. പുഴയ്ക്ക് അക്കരെ ഹനുമാൻ ക്ഷേത്രം. സാറും ഹനുമാനും തമ്മിൽ
കുഞ്ഞുമോൾക്കുള്ള അത്രയും സമയമില്ല. കൊയ്ത്തു കഴിഞ്ഞാൽ ഈ പാടം നിറയെ പച്ചക്കറികളായിരിക്കും. വെള്ളരിക്ക, മത്തൻ, വെണ്ട, അങ്ങനെ. രാത്രിയിൽ പിഞ്ചു വെള്ളരിക്ക തിന്നാൻ കുറുക്കന്മാർ വരും. കുറുക്കന്മാരെ ഓടിക്കാൻ ഞങ്ങൾ കുട്ടികൾ പന്തൽ കെട്ടി കാവലിരിക്കും. രാത്രി ഉറക്കം വരും. ഉറക്കം വരാതിരിക്കാൻ പന്തലിൽ നാടകം കളിക്കും. വെള്ളരി നാടകം കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്നാൽ അങ്ങനെയൊന്നും ഉണ്ട്. ഞാനായിരുന്നു സ്ഥിരം പെൺവേഷം, പാഞ്ചാലി. ഉമ്മയ്ക്ക് ഓർമ്മയുണ്ടോ ഇതൊക്കെ? ചെറിയൊരു ഓർമ്മ. അന്ന് തൊട്ടേ ഇവളെന്റെ ഫാനാ. അല്ലാതെ അച്ഛന്റെ അനന്തരവനായതുകൊണ്ട് കയറി പ്രേമിച്ചൊന്നുമില്ല. പതുക്കെ പതുക്കെ. പിന്നെ ഞാൻ അന്നേ സുന്ദരാണെന്ന് കുട്ടിക്കോ? നിങ്ങൾ പറയണ്ട നന്ദേട്ടാ, എന്റെ പിന്നാലെ നടന്ന് എന്തിനാ ഒരു ദിവസം ആക്കണത്? ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് പോയാ മതി. എന്നാ നന്നായി. അധ്യാപകൻ വിദ്യാർത്ഥിനികളെ തട്ടിക്കൊണ്ട് പോയി പത്രത്തിൽ വായിക്കും. ഉമ്മയ്ക്ക് ഒരു സന്തോഷാവൂലോ എന്ന് കരുതി. പിന്നെ ഈ വീട്ടിൽ ഒരു ഒച്ചനൊക്കെ ഉണ്ടാവൂലോ. ഒറ്റ ദിവസം കൊണ്ട് ഫുട്ബോൾ ഗ്രൗണ്ട് ആക്കും ഇവിടെ. ആചാര്യ ജനസുകളാ. അമ്മാവൻ അറിയില്ല അവരെ. ഇപ്പോഴത്തെ പിള്ളേരല്ലേ എന്താ, കുറച്ചൊക്കെ കളിതമാശകൾ നല്ലതാ. ആ, കുറച്ചൊക്കെ കളിതമാശകൾ നല്ലതാ. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ആ, അത് നല്ല ഐഡിയ. എന്താ ശ്രുതി? പാടത്ത് കുറച്ച് പണിക്കാർ നിൽക്കുന്നുണ്ട്. ഞാനൊന്നും കൂടി ചെല്ലട്ടെ. നന്ദന ഇവിടെ തന്നെ കാണൂല്ലോ. ഞാനിവിടെ ഉണ്ടാവും. എന്നാ നിങ്ങളുടെ കാര്യം ചെയ്യും, നേരെ അടുക്കളോട് ചെല്ല്. ഉമ്മ എവിടെ ഉണ്ട്? നീ ഇപ്പോ ശ്രുതി അതേ ചെല്ല്. എല്ലാവരും കളിതമാശയായിട്ട് ഞാൻ എടുത്തിട്ടുള്ളൂ. അങ്ങനെ മതി ശ്രുതി. പറഞ്ഞാൽ മനസ്സിലായോ? ലെസൺസ് പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ മാത്രം മതി. ശ്രുതി ഇങ്ങനെ ഇൻഡിഫറന്റ് ആയാലോ? ഉമ്മയ്ക്ക് എന്തെങ്കിലും തോന്നൂലേ? എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. എല്ലാം ശ്രുതിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടിട്ടോ എന്ന് കരുതിയാണ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. മനസ്സിൽ ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് ഇവിടുന്ന് പോകുമ്പോൾ തീരണം. ശ്രുതി എന്നും എന്റെ പ്രിയപ്പെട്ട സ്റ്റുഡന്റ് ആയിരിക്കണം, നല്ല ഫ്രണ്ട് ആയിരിക്കണം. ഓക്കെ, ഇങ്ങോട്ട് നോക്ക്. ബി ചിയർഫുൾ. കോളേജിൽ പഠിപ്പിക്കാൻ തുടങ്ങിയത് പിന്നെ നന്ദേട്ടന് ഗൗരവം കൂടിയത്. ക്ലാസ്സിലെങ്ങനെ ഗൗരവത്തിൽ തന്നെയാ? ഗൗരവം കാണിച്ചിട്ട് തന്നെ ഞങ്ങൾ സാറിന്റെ തലയിൽ കയറി നിരങ്ങുക. അത് ചുമ്മാ, നിങ്ങളൊക്കെ നല്ല കുട്ടികളല്ലേ? അങ്ങനെ തോന്നിക്കും. നന്ദേട്ടന് നിങ്ങളെയൊക്കെ വലിയ കാര്യാ എന്ന് സാർ പറഞ്ഞോ? അങ്ങനെ ആവാൻ യാതൊരു സാധ്യതയില്ലല്ലോ. അല്പം കുസൃതി കാണിച്ചാലും നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളെ സാറുമാർക്ക് ഇഷ്ടാവും. മോളെ, നീ കിടക്കാൻ നോക്ക്. പുറത്ത് നല്ല തണുപ്പുണ്ട്. സാരമില്ല അച്ഛാ, അച്ഛൻ കിടന്നോളൂ. ഞാൻ ഇവരുടെ കൂടെ കുറച്ചു നേരം ഇരിക്കട്ടെ. ചേച്ചി, ഏത് രാഷ്ട്രങ്ങളായാലും കുറെ യുദ്ധം ചെയ്ത് മടുക്കുമ്പോ ഇടയ്ക്കൊരു സമാധാന കരാറിൽ ഒപ്പിടും. പക്ഷെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചെറിയ ചില നാട്ടുരാജ്യങ്ങൾ ഇപ്പോഴും യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുക. കുട്ടിക്ക് എന്ത് പറ്റി? ഒന്നും കഴിക്കുന്നില്ലല്ലോ. വന്നപ്പോ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നതാ, ഒരു മൂഡ് ഓഫ് പോലെ. എന്താ, നിങ്ങളുടെ നാടും വീടൊന്നും ഇഷ്ടായില്ലേ? അതൊന്നുമല്ല, ഒരു തലവേദന. ആണോ? എങ്കിലും ഇത് പറയണ്ടേ? ഇന്ന് ഇവൾക്ക് തലവേദന, മറ്റെല്ലാപ്പോഴും ഇവള് ഞങ്ങൾക്ക് തലവേദന. ദേ, അധികം ഷൈൻ ചെയ്യണ്ടോ. ചിലപ്പോ യാത്ര ചെയ്തിട്ടാവും. ഞാൻ ബാം എടുത്തു വരാം, അത് പുരട്ടെ മാറും. വേണ്ട, ബാം പുറത്തേ മാറില്ല. എങ്കിൽ കുട്ടി കിടന്നോളൂ, ഞാൻ കിടക്ക വിരിച്ചിട്ടുണ്ട്.